ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ റിലീസാണ് നാരായണീൻ്റെ മൂന്നാം മക്കൾ. ജനങ്ങളെല്ലാവരും ഇരു കൈകളോടെ സ്വീകരിച്ച സിനിമയ്ക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും സിനിമ അടിപൊളി ഒരു സിനിമയാണ്. കാരണം ഒരു ചെറിയ സ്ക്രിപ്റ്റിനെ എത്രത്തോളം മനോഹരമാക്കി കാണിക്കാം എന്നുള്ളത് സംവിധായകൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സ്വന്തം അലൻ സിയാറിൻ്റെയും അതുപോലെ തന്നെ ജോജു ജോർജിൻ്റെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും എടുത്തു പറയേണ്ടത് നമ്മുടെ മാത്യുവിൻ്റെ ഒക്കെ അഭിനയം ഒരു രക്ഷയില്ല. കാരണം അത്ര മനോഹരമായിട്ട് തന്നെ അവർ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ അഭിനയവും നമ്മളിൽ ഒരാളെ പോലെ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിലുള്ള ആളുകളെ പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ മൂന്ന് പേരും അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു കഥയെ എത്ര മനോഹരമായിട്ടാണ് ആ സിനിമ കൊണ്ടുപോയേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അത്രയ്ക്ക് നന്നായിട്ടാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല സിനിമയുടെ മ്യൂസിക് അത് ഏറ്റവും മനോഹരമാണ്. ഇപ്പോൾ കേട്ടുവരുന്ന ഒരു മ്യൂസിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ എങ്ങനെയെല്ലാം കാണിക്കാൻ പറ്റുമോ അതെല്ലാം അവരതിനകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം വളരെ മനോഹരമായിട്ട് ഒട്ടും തന്നെ നമ്മളെ ബോറടിപ്പിക്കാത്ത നല്ലൊരു മ്യൂസിക് സിനിമയെ കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സിനിമറ്റോഗ്രാഫി. കാരണം സിനിമയുടെ ഓരോ വിഷ്വൽസും നമ്മളെ പഴയ ഒരു കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകും. പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. ഞങ്ങൾ അനുഭവിച്ചേക്കാൾ കൂടുതൽ ഒരു പഴയ കാലഘട്ടം നിങ്ങൾക്ക് അതിലൂടെ കാണാൻ പറ്റും. തെങ്ങും തോപ്പുകളും പാടങ്ങളും കുളങ്ങളും പഴയ ഒരു കേരളത്തിൻ്റെ തനിമ ആ സിനിമയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സിനിമയുടെ ഡയറക്ഷനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നാഷണൽ അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ശരണിൻ്റെ കഴിവുകൾ മുഴുവനും ഈ സിനിമയിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്ര സിമ്പിളായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കാറുള്ള ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ കഥയെ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു 2.5 മണിക്കൂറുള്ള സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സിനിമ എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്രാവശ്യവും നമ്മളെ അങ്ങ് നിരാശപ്പെടുത്തിയില്ല. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും രോമാഞ്ചവും കിഷ്കിണ്ടാകാണ്ഡവും എല്ലാം നമുക്ക് സമ്മാനിച്ചത് വമ്പം വിജയങ്ങളായിരുന്നു. അതുപോലെ തന്നെ നാരായണീൻ്റെ മൂന്നാം മക്കൾ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഉണ്ട്. എന്താണെങ്കിലും സിനിമ ഒരു നല്ല വിജയം തന്നെയാകും. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് അടുത്ത പ്രാവശ്യവും നല്ല ഇതുപോലെയുള്ള സിനിമകളുമായിട്ട് വരുമെന്ന് തീർച്ചയാണ്. ജോബി സാർ എപ്പോഴും നമുക്ക് നല്ല സിനിമകൾ നൽകുന്നുമുണ്ട്. എന്താണെങ്കിലും ഗുഡ്വില്ലിൻ്റെ അടുത്ത നല്ല പടത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ഇറങ്ങിയ ഈ നല്ല പടം ഹിറ്റാകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്.